ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ ശ്രീ സുബ്രഹ്മണ്യായ നമഃ. എല്ലാവർക്കും നമസ്കാരം. പ്രണവമന്ത്രത്തിൻ്റെ പൊരുൾ പരമശിവന് പോലും ഉപദേശിച്ച ജ്ഞാനപ്പഴം നീയേ എന്ന് ഉമാമഹേശ്വരന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷാൽ പഴനി ആണ്ടവനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നേടാനുള്ള ദിവസമാണ് തൈപ്പൂയം നാൾ, അതായത് മകരമാസത്തിലെ പൂയം നാൾ. 2025 ഫെബ്രുവരി 11 മകരമാസം 29 ചൊവ്വാഴ്ചയാണ് ഇങ്ങനെ സുബ്രഹ്മണ്യ ആരാധനയ്ക്കായിട്ടുള്ള തൈപ്പൂയം വരുന്നത്. തമിഴ് മാസമായ തായ് മാസത്തിലെ ആദ്യ പൗർണമി ദിനത്തിൽ പൂയം നക്ഷത്രത്തോട് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തൈപ്പൂയം. ദേവനായ മുരുകൻ അസുരനായ ശൂരപത്മനെ കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. യുദ്ധസമയത്ത് മുരുകൻ തൻ്റെ അമ്മയായ പാർവതി നൽകിയ ദിവ്യകുന്തമായ വേൽ ചൂണ്ടിയതായിട്ടും വിശ്വസിക്കപ്പെടുന്നു. ഉത്സവത്തിൽ കാവടിയാട്ടത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾപ്പെടുന്നു. ആത്മീയ കടം സന്തുലിതമാക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ശാരീരിക ഭാരം വഹിക്കുന്ന ഒരു ആചാരപരമായ ത്യാഗമാണത്രേ ഈ ഒരു കാവടിയാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കാവടിയുടെ ഐതിഹ്യം അന്വേഷിച്ചാൽ അഗസ്ത്യമുനിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. അഗസ്ത്യമുനി ശിവഗിരി, ശക്തിഗിരി എന്നീ 2 കുന്നുകൾ തെക്ക് തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിച്ചു. അവ വഹിക്കാൻ തൻ്റെ ശിഷ്യനായ ഇടുമ്പൻ എന്ന അസുരനെ ചുമതലപ്പെടുത്തി. കാവടി എന്ന ഉപകരണം കണ്ടുപിടിച്ചാണ് ഇടുമ്പൻ കുന്നുകൾ ചുമലിൽ കൊണ്ടുപോയത്. ബ്രഹ്മാവിൻ്റെ ദണ്ഡ്, ഒരു ധ്രുവം, 2 ദിവ്യസർപ്പങ്ങൾ, കയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഉപകരണം നിർമ്മിച്ചത്. മലകൾ താങ്ങി തളർന്നപ്പോൾ സുഖം പ്രാപിക്കാൻ പഴനിക്കടുത്ത് കാവടി വെച്ചു. ഇതിനിടെ മുരുകൻ പഴനിയിലേക്ക് യാത്ര ചെയ്തു. പഴനിയിൽ, അതായത് ഗണപതിയുമായുള്ള ഒരു മത്സരത്തിൽ ജ്ഞാനപ്പഴം ഗണപതിക്ക് കിട്ടിയതിൻ്റെ ഒരു വിഷമത്തിൽ അദ്ദേഹം പഴനിയിൽ വന്ന് അവിടെ താമസം തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കുന്നുകൾ തൻ്റേതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കുന്നുകൾ ഉയർത്തി യാത്ര തുടരാൻ കഴിയാതെ ഇടുമ്പൻ ദേവനെ നേരിട്ടു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇടുമ്പൻ പരാജയപ്പെട്ടു. എന്നാൽ ഭാര്യ ഇടുമ്പിയുടെയും അഗസ്ത്യൻ്റെയും മധ്യസ്ഥതയിൽ അദ്ദേഹത്തിന് ജീവിതം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. പുനഃസ്ഥാപിക്കപ്പെട്ട ഇടുമ്പൻ മുരുകൻ്റെ ശ്രീകോവിലിൻ്റെ ദ്വാരപാലകനായിട്ട് സേവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം ഇടുമ്പൻ കുന്നിൻ്റെ അടിവാരത്ത് കാവൽ നിൽക്കുമെന്ന് ദേവൻ പ്രഖ്യാപിക്കുകയും ആ സ്ഥലത്ത് തന്നെ ആരാധിക്കുന്ന ഓരോ ഭക്തനും ആദ്യം തൻ്റെ ദ്വാരപാലനെ ആരാധിക്കുമെന്നും അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം കുന്ന് ചുമന്നെടുത്തുകൊണ്ട് വന്നതുപോലെയുള്ള ആ ഒരു കാവടി ഏന്തി തന്നെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തൻ്റെ അനുഗ്രഹം കൊടുക്കുമെന്നും ദേവൻ അരുളി ചെയ്തു. ഇതാണ് ഈ കാവടിയുമായിട്ടുള്ള ഒരു ഐതിഹ്യം നിലനിൽക്കുന്നത്. മകരമാസത്തിൽ പൂയം നാളിൽ കാവടി ഏന്തിയാണ് ഭഗവാനെ ദർശിക്കുവാനായിട്ട് ഭക്തജനങ്ങൾ എത്തുന്നത്. ഏകദേശം 60 സെൻറ്റിമീറ്ററോളം നീളമുള്ളതും വീതി കുറഞ്ഞതുമായ ഒരു പലകയിൽ ഘടിപ്പിച്ച കമാനാകൃതിയിലുള്ള ഒരു ഉപകരണമാണിത്. മയിൽപ്പീലി, പട്ടുതുണി, വർണ്ണക്കടലാസുകൾ തുടങ്ങിയവ കൊണ്ട് ഇത് അലങ്കരിച്ചിരിക്കും. ഇതിൻ്റെ 2 അറ്റങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള മൊന്തകളിൽ പാല്, തേൻ, ഇളനീർ, ശർക്കര, പുഷ്പം, ഭസ്മം, എണ്ണ, കുങ്കുമം തുടങ്ങിയവ സുബ്രഹ്മണ്യന് സമർപ്പിക്കാനായി കരുതുന്നു. ഭക്തന്മാർക്ക് കാവടി സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിരൂപം തന്നെയാണ്. അഗ്നിക്കാവടി, പാൽക്കാവടി, ഭസ്മക്കാവടി, വേൽക്കാവടി, പീലിക്കാവടി, അഭിഷേകക്കാവടി, അമ്പലക്കാവടി, ഹിഡിംബകാവടി തുടങ്ങിയ ഒരേകം കാവടികൾ ഉണ്ട്. കാവടി എടുക്കുന്ന ഭക്തന്മാർ 7-41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. സ്വാത്വിക ഭക്ഷണം, ബ്രഹ്മചര്യം, കാവ്യവസ്ത്രധാരണം, ഈശ്വരചിന്ത, മനോശുദ്ധി എന്നിവ വ്രതാനുഷ്ഠാനത്തിന് ആവശ്യമാണ്. ക്ഷൗരം, എണ്ണ തേച്ച് കുളി തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ്. കാവടിയേന്തിക്കൊണ്ടുള്ള ഭിക്ഷാടനം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമായി അനുഷ്ഠിക്കപ്പെടുന്നു. ഈ ഭിക്ഷാടനത്തിലൂടെ ഭക്തൻ്റെ അഹങ്കാരങ്ങളും അഹംബോധവും ഇല്ലാതാവുകയും അവനിൽ സ്വാത്വികതയും ഈശ്വരനീയമായ ചൈതന്യവും ഉണ്ടാവുകയും ചെയ്യുന്നു. ചിലർ ദേഹമാസകലം ഭസ്മം പൂശി നാക്കിലോ കവിളിലോ ശൂലം തറയ്ക്കാറുണ്ട്. മൗനക്കാവടിയാണെങ്കിൽ കാവടിയേന്തുന്ന ആളിൻ്റെ 2 കവിളിലും കൂടി ശൂലം തറച്ചിരിക്കുകയോ നാവ് നീട്ടി ശൂലം തറച്ചിരിക്കുകയോ വായ മൂടിക്കെട്ടിയിരിക്കുകയോ ചെയ്യും. അന്തക്കാവടിയാണെങ്കിലോ
കണ്ണുകൾ തുണി കൊണ്ട് മൂടിക്കെട്ടുന്നു. ഇവയൊക്കെ ഭക്തിയുടെയും സാധനയുടെയും ഉജ്ജ്വല പ്രതീകങ്ങളായി ചെയ്യുന്ന ശരീരപീഡകളുടെ ഭാഗമാണ്. ഇങ്ങനെ കാവടിയേന്തി നൃത്തം ചെയ്യുന്ന ഭക്തനിൽ ഷൺമുഖാവേശം ഉണ്ടാവുക സാധാരണമാണ്. കാവടി എടുക്കുന്നതിന് ചില വ്രത നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വ്രതം ആരംഭിക്കുന്നത് മുതൽ നിത്യവും ഉദയത്തിന് മുമ്പ് സ്നാനം ചെയ്തിരിക്കണം. 2 നേരവും ക്ഷേത്ര ദർശനം ചെയ്താൽ നന്നായിരിക്കും. വ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണകാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. അതായത് 1 നേരം മാത്രമേ ഭക്ഷണം പാടുള്ളൂ. അല്ലാത്ത പക്ഷം പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ശുദ്ധവൃത്തിയോടുകൂടി പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അരിയാഹാരം ഒരിക്കൽ മാത്രമേ പാടുള്ളൂ. ഉള്ളി, മുരിങ്ങ, തുവര, മുതിര, സവാള, ചീര, ഉഴുന്നു ചേർന്നതായ ഭക്ഷണങ്ങളും മത്സ്യമാംസാദികളും തീർത്തും ഒഴിവാക്കണം. പിന്നെ അറിയേണ്ടത് വ്രതചിഹ്നമായ പിടിപ്പീലി കയ്യിൽ വെച്ച് ഭക്ഷണം കഴിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, വ്രതക്കാലത്ത് സന്യാസതുല്യമായ ജീവിതം വേണമെന്നുള്ളതിനാൽ കാവി വസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യുന്നതാവും നല്ലത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കുകയും വേണം. കാവടി സ്വാമിമാർ മുറുക്കാൻ, മദ്യം, പുകയില തുടങ്ങിയ എല്ലാത്തരം ലഹരി വസ്തുക്കളും ഒഴിവാക്കണം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ സ്വാമിമാരുടെ വ്രതം മുറിയുന്നതാണ്. വ്രതത്തിൻ്റെ അവസാന 12 ദിവസം അഭിഷേക തീർത്ഥം, അതായത് പഞ്ചഗവ്യം സേവിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ എന്നും ഉണ്ട്. ആട്ടിയെടുത്ത എണ്ണ, ശുദ്ധമായ പശുവിൻ പാല്, ശർക്കര, തേൻ, ശുദ്ധമായ നെയ്യ്, കരിക്ക്, ചാണകം, ചുട്ടെടുത്ത ഭസ്മം, മഞ്ഞൾ, കുങ്കുമം, ചെത്തി, തുളസി, താമര, മുല്ല എന്നിവയാണ് അഭിഷേക ദ്രവ്യങ്ങൾ. പഞ്ചഗവ്യം സേവിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം സ്വാമിമാർ ഹരഹരോ മന്ത്രം ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിന് 6ൽ കുറയാതെ പ്രദക്ഷിണം വയ്ക്കുന്നത് ശ്രേയസ്കരമാണ്. തിരിച്ചറിവില്ലാത്ത കുട്ടികളെ കൊണ്ട് കാവടി എടുപ്പിക്കരുത്. ഇനി ശൂലക്കാവടി എടുക്കുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ശൂലക്കാവടി എടുക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ ശൂലക്കാവടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഭഗവാന്റെ തിരുമുമ്പിൽ ഈ പേരുകളെല്ലാം എഴുതി അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്നവർക്കൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ ശൂലക്കാവടി എടുക്കുവാൻ അനുവാദം നൽകുന്നത്. ഭഗവാൻ തിരഞ്ഞെടുക്കുന്ന ഭക്തന്മാർക്കാണ് ശൂലക്കാവടി അവസരം ഉണ്ടാവുന്നത്. ശൂലത്തിന് പരമാവധി നീളം 2.5 മുഴത്തിൽ കൂടാൻ പാടില്ല എന്നുമുണ്ട്. ശൂലക്കാവടിയിലെ സമർപ്പണദ്രവ്യം കാവടി സമർപ്പിക്കുന്ന ഭക്തൻ്റെ ശരീരവും മനസ്സും തന്നെ ആകുന്നു. അതായത് ആത്മസമർപ്പണമാകുന്നു. അതിനാൽ തന്നെ ഒരിക്കൽ ശൂലക്കാവടി എടുത്തിട്ടുള്ള ആളുകൾ പിന്നീട് ഒരിക്കലും അതിന് മുതിരുന്നത് ശരിയല്ല. കാരണം ഒരിക്കൽ ഭഗവാന് ആത്മസമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമർപ്പിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നത് തന്നെ. ശൂലക്കാവടി എടുക്കുന്നതിന് 41 ദിവസത്തെ എങ്കിലും കഠിന വ്രതം നിർബന്ധമാണ്. തൈപ്പൂയത്തുന്ന ആൾ ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് ആനക്കൊട്ടിലിൽ വന്ന് ശൂലം സമർപ്പിച്ച് മതിൽക്കെട്ടിനുള്ളിൽ കയറാതെ കുളിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങി പോകേണ്ടുന്നതും പിറ്റേന്ന് ഉദയത്തിനു മുമ്പ് ശരീരശുദ്ധി വരുത്തി ക്ഷേത്രദർശനം ചെയ്ത് തീർത്ഥം സേവിച്ച് വേണം വ്രതം മുറിക്കാൻ. ഏതെങ്കിലും കാരണവശാൽ വ്രതഭംഗം വന്നാൽ ആ ഭക്തൻ ആ വർഷം കാവടി എടുക്കുന്നതിന് യോഗ്യനല്ല എന്ന് ഈശ്വര നിശ്ചയമുള്ളതായും കണക്കാക്കണം. ഹിഡ്ബൻ പൂജ ചെയ്ത ദ്രവ്യം നിറച്ച കാവടി യാതൊരു കാരണവശാലും വേറെ ഒരാൾക്ക് കൈമാറാൻ പാടുള്ളതല്ല. സ്വാമിമാർ തന്നെ അത് ഭക്തി പുരസരം തോളിലേറ്റി ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടതാണ്. പിന്നെ എണ്ണക്കാവടി, പാൽക്കാവടി, ഇങ്ങനെയൊക്കെ പലതരം കാവടികളുണ്ട്. അപ്പോൾ ഈ എണ്ണക്കാവടി എടുക്കുന്ന ഭക്തൻ പിന്നെ ആ എണ്ണ ഈ കാവടി എടുത്ത് തീരുന്നതുവരെ എണ്ണ കൊണ്ടുള്ള ഒരു ദ്രവ്യങ്ങളും ഉപയോഗിച്ചുകൂടാ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാൽക്കാവടി എടുക്കുന്നവർ പാൽ കൊണ്ട് ഉപയോഗിച്ചുള്ള ഒന്നും എടുക്കില്ല. കാരണം അത് ഭഗവാന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് ഈ കാവടി എടുത്ത് തീരുന്നവരെങ്കിലും ആ വക ഉൽപ്പന്നങ്ങൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ ഉള്ളതല്ല. ഇങ്ങനെയൊക്കെ പല പല കഠിനമായ ചിട്ടകളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാലും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതും അവനവൻ്റെ ആരോഗ്യത്തിന് പറ്റുന്നതുമായ വ്രതങ്ങൾ എടുക്കുകയാണ് പ്രധാനം. പിന്നെ സാധാരണ വ്രതമെടുക്കുന്ന രാവിലെ കുളിച്ച് ഭഗവാനെ കാണുക എന്നുള്ളതും അതുപോലെ തന്നെ ബ്രഹ്മചര്യവും മത്സ്യമാംസാദികൾ ഒഴിവാക്കിയും മനസ്സും ശരീരവും ശുദ്ധമാക്കിയും ഒക്കെ വ്രതത്തിൻ്റെ നിഷ്ഠകളൊക്കെ പാലിച്ചുകൊണ്ടൊക്കെ തന്നെ വേണം വ്രതം എടുത്ത് കാവടി സമർപ്പണത്തിന് മുതിരാൻ.
അവനവൻ്റെ ആരോഗ്യമാണ് പ്രധാനം, അതും നോക്കണം. യഥാവിധി കഴിവനുസരിച്ച് പൂജ ചെയ്യുക. ശുദ്ധമായ മനസ്സോടെ ഏകാഗ്രതയോടെ വേണം പ്രാർത്ഥിക്കുക. കഠിനവ്രതം എടുക്കുന്നവർക്ക് അത് സാധിക്കുന്നവർക്ക് അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എന്നാലും അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതമെടുക്കുവാൻ. പ്രധാനപ്പെട്ട വ്രതചിട്ടകളൊക്കെ പാലിക്കുകയും വേണം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും രോഗാദി ദുരിത ശമനത്തിനും ഒക്കെയാണ് ഭക്തന്മാർ ഇങ്ങനെ വഴിപാട് നടത്തുന്നത്. കാവടിയാട്ടത്തിന് പാടാറുള്ള ഗാനങ്ങളെ കാവടി ചിന്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. പഞ്ചാമൃതാഭിഷേകം, ഭസ്മാഭിഷേകം, കുമാരസൂക്ത പുഷ്പാഞ്ജലി തുടങ്ങിയവയും സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ വഴിപാടുകളാണ്. ആരാധകർ പലപ്പോഴും ഒരു പാത്രം പശുവും പാലും ഒക്കെ വഴിപാടായിട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ഒരുവൻ്റെ ജാതകത്തിൽ ഓജരാശിയിൽ കുജൻ അനിഷ്ടപ്രദനായാണ് നിൽക്കുന്നതെങ്കിൽ ആ കുജനെ കൊണ്ടുള്ള ദോഷങ്ങൾക്ക് കുറവ് വരുത്തുവാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ഷഷ്ടി ദിവസങ്ങളിലും തൈപ്പൂയം നാളിലുമൊക്കെ തലേന്ന് ഒരിക്കലൂണ് തുടങ്ങിയ വ്രതശുദ്ധിയോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ട വഴിപാടുകളൊക്കെ നടത്തിയാൽ ഈ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരികയും ജീവിതം സുഗമമായി മുമ്പോട്ട് പോകുവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും എന്നറിയുക. ഇപ്രാവശ്യത്തെ തൈപ്പൂയം ദിവസം ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാകയാൽ ഈ ഒരു തൈപ്പൂയം ദിവസം ഭഗവാനെ വ്രതശുദ്ധിയോടുകൂടി വണങ്ങുകയാണെങ്കിൽ തലേന്ന് ഒരിക്കലൂണൊക്കെ എടുത്ത് വ്രതശുദ്ധിയോടുകൂടി അത്യാവശ്യം വേണ്ട വ്രതത്തോടുകൂടി തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നേടിയാൽ അത് ജീവിത വിജയത്തിന് വളരെ നന്നായിരിക്കും എന്നുള്ളത് വിശേഷമെന്നറിയുക. ഷഷ്ടി വ്രതം എടുക്കുന്നതിനെ പറ്റിയും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിനെ പറ്റിയുമെല്ലാം ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് 2 വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട്. അത് ഏവരും കാണുമല്ലോ. ഇന്ത്യ, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ, പ്രത്യേകിച്ച് മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലുമൊക്കെ ഉള്ള തമിഴർ തൈപ്പൂയം ആഘോഷപൂർവ്വം ആചരിക്കുന്നു. ഇന്ത്യ സംസ്ഥാനമായ തമിഴ്നാട്ടിലും തിരഞ്ഞെടുത്ത ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പൊതു അവധിയായിട്ട് പോലും അവർ ഈ ആഘോഷത്തിന് മേന്മ കൽപ്പിക്കുന്നു. പളനി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ മുരുകക്ഷേത്രങ്ങളിൽ ഈ തൈപ്പൂയം വളരെ കെങ്കേമമായി അവരുടെ ഉത്സവമായി തന്നെ അവർ ആഘോഷിക്കുന്നു. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.